വെള്ളിക്കോത്ത് അടൂട്ട് ശ്രീ വനദുർഗ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. പൊങ്കാല നിവേദ്യ സമർപ്പണം ഭക്തിയുടെ നിറവിൽ നടന്നു. പ്രസിദ്ധവും ഐതിഹ്യ സമ്പന്നവുമായ അടൂട്ട് ശ്രീ വനദുർഗ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായാണ് മഹോത്സവം നടക്കുന്നത്. ബ്രഹ്മശ്രീ എടമന ഈശ്വരൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് വിശേഷ പൂജാവിധികളോടെ മഹോത്സവം നടക്കുന്നത്. 2ാം ദിനത്തിൽ പുലർച്ചെ ഉഷപൂജ നടന്നു. തുടർന്ന് ഗണപതി ഹോമം, സ്വയംവര ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം നടന്നു. തുടർന്നാണ് പൊങ്കാല നിവേദ്യ സമർപ്പണം നടന്നത്. മനഃശുദ്ധി, ദേഹശുദ്ധി, വസ്ത്രശുദ്ധി, പരിസരശുദ്ധി, ദ്രവ്യശുദ്ധി എന്നിവ പാലിച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി അർപ്പണബോധത്തോടുകൂടി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച വിശ്വാസികൾ എന്താഗ്രഹിക്കുന്നുവോ അത് സാധിക്കുന്നതിനു വേണ്ടി അവർ നേരിട്ട് ദേവീപ്രീതിക്കായി നടത്തുന്ന ആത്മനൈവേദ്യമാണ് പൊങ്കാല എന്നാണ് പറയപ്പെടുന്നത്. നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി പേരാണ് പൊങ്കാല നിവേദ്യ സമർപ്പണത്തിന്റെ ഭാഗമാകുവാൻ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത്. അടൂട്ട് ശ്രീ വനദുർഗ ക്ഷേത്രത്തിലെ വർഷം തോറും നടത്തിവരാറുള്ള പ്രതിഷ്ഠാദിന മഹോത്സവമാണ് ഇന്നലെ മുതൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നത്തെ പ്രധാന ചടങ്ങാണ് പൊങ്കാലയിടൽ, അതുപോലെ മഹാമൃത്യുഞ്ജയ ഹോമം, സ്വയംവര ഹോമം എന്നിവ. ഇതിന് നാടിൻ്റെ കേരളത്തിന് നാനാഭാഗത്തു നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഗുജറാത്ത്, ബോംബെ, കർണാടക, തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഒന്നിച്ചുകൂടിക്കൊണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകമായി നടത്തുന്ന ചടങ്ങാണല്ലോ പൊങ്കാല. അതുപോലെ തന്നെ നാളെ ഇവിടെ വിളക്ക് പൂജ ഒരു പ്രധാനമുണ്ട്. വർഷത്തിലൊരിക്കൽ മാത്രമാണ് അമ്മയെ പൂർണ്ണമായും പൂമൂടുന്നത്. ആ ചടങ്ങ് നാളെയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ വിളക്ക് പൂജയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. തുടർന്ന് ഉച്ചപൂജ നടന്നു. ഭക്തർക്ക് അന്നപ്രസാദവും നൽകി. സമാപന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ ഉഷപൂജ, തുടർന്ന് 108 തേങ്ങ കൊണ്ട് മഹാഗണപതി ഹോമം, തുടർന്ന് ഗുരുവിന് വട്ട്ലപ്പായസ നിവേദ്യം, വിളക്കുപൂജ, അലങ്കാരപൂജ, പൂമൂടൽ, അന്നദാനം എന്നിവ നടക്കും. വൈകിട്ട് തായമ്പക, തുടർന്ന് ദീപാരാധന, ധനലക്ഷ്മി പൂജ എന്നിവ നടക്കും. രാത്രി 9 മണിയോടെ അത്താഴപൂജ. തുടർന്ന് നടക്കുന്ന മഹാകുരുതിയോടെയാണ് പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് സമാപനം കുറിക്കുക. തുടർന്ന് ഭക്തർക്ക് അന്നപ്രസാദവും നൽകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.